രവിയേട്ടാ, 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 ഓടി വാ. അവിടെ കണ്ട രണ്ട് പട്ടികള്. ശരിയാണല്ലോ. വാതിലടച്ചേ. വാതിലടയ്ക്കാൻ അത് നമ്മുടെ കോമ്പൗണ്ടിനല്ലേ കിടക്കുന്നേ? അല്ലേ കിടക്കട്ടെ അവിടെ. ഒന്ന് ഓടിക്കോ. ബെസ്റ്റ്. അങ്ങോട്ട് ഇറങ്ങി ചെന്ന് ഓടിക്കാനാ പറഞ്ഞേ. ഓടി പോയില്ലെങ്കിലോ? ഒരു വടി എടുത്തിട്ട് ഓടിച്ചാ മതി, അത് ഓടിക്കോളും. കടിക്കൂലേ? എന്തൊരു പേടിയാണ് രവിയേട്ടാ. കഷ്ടം തന്നെ നിങ്ങളുടെ കാര്യം. എന്നാ പിന്നെ നീ ഇറങ്ങി ഓടിക്കേ. അപ്പൊ അതെന്നെ ഓടിക്കാൻ വരൂലേ? അപ്പൊ പിന്നെ മിണ്ടായി. എന്തോന്നവിടെ കയ്യിലൊന്നും പട്ടിയോട് കടിക്കും. ഒന്ന് പോമ്മ. അവര് കടിക്കത്തൊന്നുമില്ല, പാവമാണ്. മോളെ വേണ്ട, തെരുവ് പട്ടികളാണ്. തെരുവ് പട്ടിക്ക് എന്ത് കുഴപ്പം? കിട്ടേ നീ എന്താ അടയ്ക്കണേ? ഈ കൊച്ചിന്റെ കാര്യം. അയ്യേ, തെരുവ് പട്ടികള് കല്ലെടുത്ത് ഓട്ടിക്ക്. നിങ്ങൾ ഇത് എന്തോ നോയിക്കൊണ്ടിരിക്കുന്ന രണ്ടുപേരും? ഇതിനൊക്കെ തൊട്ടാണ്ടല്ലോ എന്റെ കൈ ഞാൻ വെട്ടും. ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് അകത്ത് കയറ്റിയത്. അയ്യേ, കഷ്ടപ്പെട്ട് വിളിച്ച് കയറ്റാൻ പറ്റിയ സാധനം. ചേച്ചി മിണ്ടാതിരി. കഴിച്ചോ കഴിച്ചോ. പേര് വിട്ടോ? ഓ ഇപ്പഴേ ഇട്ട്. ഞാനേ 2 ദിവസം ബിസ്ക്കറ്റ് കൊടുത്തിട്ടാണ് ഇവരെയൊക്കെ അകത്ത് കയറ്റി. എപ്പ അകത്ത് കയറി? ഇന്നലെ. ഈശ്വരാ, ഇത് നമുക്ക് കഴിക്കാനുള്ള ബിസ്ക്കറ്റ് ആണ് നീ ഈ പട്ടിക്ക് എടുത്ത് കൊടുക്കുന്നത്. എനിക്ക് ഇന്നലെ സംശയം തോന്നി, ബിസ്ക്കറ്റ് ഒന്നും കാണാനില്ല. ചേച്ചി ഇങ്ങനെ പട്ടി പട്ടി എന്ന് കിടന്ന് വിളിക്കല്ലേ? ഇവർക്കൊക്കെ നല്ല പേരിട്ടിട്ടില്ലേ? മിട്ടു കിട്ടു. ഇതിനൊക്കെ പേരിടാ നീ ആര്? ഇതിന്റെയൊക്കെ രക്ഷകർത്താവാ? ഞാൻ ഇതിന്റെ രക്ഷകർത്താവ് തന്നെ. മോളെ ഇതിന് പേ ഉണ്ടോ എന്ന് പോലും അറിഞ്ഞൂടാ. ഇതിന് പേയാ? ഒന്ന് പോ അച്ഛാ. അച്ഛ പറഞ്ഞത് നന്നായി. ഞാൻ ഇവർക്കൊക്കെ 2 ദിവസത്തിനകം ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. 2 ദിവസോ? ഇതിന് പറഞ്ഞോടെ ഉദ്ദേശമൊന്നുമില്ലേ? വീട്ടിൽ വന്ന് കയറുന്ന അതിഥികൾ ആരെങ്കിലും പറഞ്ഞു വിടുമോ അമ്മ? കഴിച്ചു കഴിച്ചു. അച്ചടോ, ഞാൻ പോണു. കണ്ടിട്ടെന്നെ പേടിയാവണം. വിട്ടു വിട്ടു. മക്കളെ ബിസ്ക്കറ്റ് കൊടുത്തില്ലേ മോളെ? ഇനി അതിനൊക്കെ അങ്ങ് പറഞ്ഞു വിടും. ഞാൻ ആലോചിക്കാം. അച്ചടേ കിട്ടോ. എന്തോന്നത്? ചിക്കൻ കണ്ടുപിടി. അല്ല, മീൻകറി വെക്കയില്ലേ? ഇപ്പൊ ചിക്കൻ നാളെ ഉണ്ടാക്കാം. ഇന്നുണ്ടാക്കാം. നാളെ ചിക്കൻ നാളെ മേടിക്കാം കേട്ടോ. അയ്യോ, എനിക്കിനി ചിക്കൻ ഒന്നും ഉണ്ടാക്കാൻ വയ്യ. അമ്മ ഉണ്ടാക്കണ്ട, ഞാൻ ഉണ്ടായിക്കോളാം. നീ എന്തോ ഉണ്ടാക്കും അത് വെച്ച്? അതൊക്കെ അമ്മ കണ്ടു. അതെ, യൂട്യൂബില് കണ്ട വല്ല കുക്കറി ഷോയുടെ ബലത്തിലാണ് ഈ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോണേ. എനിക്ക് ഈ ചിക്കന്റെ കാര്യം തീരുമാനമായി. ഇത് വേസ്റ്റ് ആവും. വലിയ പാചകക്കാരി വന്നേക്കണം. ആ മഞ്ഞപ്പൊടി ഉപ്പും കൂട്ടിടും. മണിയേ. ഓ അടുക്കളയില്ലേ? വേണ്ടേ, നിങ്ങളുടെ മോള് ചിക്കൻ കറി ഉണ്ടാക്കണം. വെങ്കിയാ? എന്ത് മക്കളെ പാചകത്തിലോട്ട് തിരിഞ്ഞത്? തിരിയേണ്ടി വന്നാ ഞാൻ ഏതിലോട്ടും തിരി. കണ്ടാ, എന്റെ മോള് നന്നാവാൻ തീരുമാനിച്ചു. അങ്ങോട്ട് ഇത് വലിയ ശല്യമായല്ലോ. ഇവിടെ എന്തോന്നാണ്? കണ്ടാ, അവസാനം നിന്റെ അനിയത്തി പാചകം ചെയ്യാൻ വേണ്ടി അടുക്കളയിൽ കയറി. ഇനി മോളിനി എന്നാണ് കയറുന്നത്? ഇതിലെന്തോ ഉടായ്പുണ്ട്. അവളെന്തായാലും ചിക്കൻ വെച്ചാണ് തുടക്കം കുറിച്ചേക്കണേ. മോളെ, ഇത് ചിക്കൻ കറിയാണോ ചിക്കൻ പെരട്ടാണോ അതിന് ചിക്കൻ കൊണ്ട് വേറെ വല്ല വെറൈറ്റി ആണോ? ഏത് വെറൈറ്റി ആയാലും അത് വായി വെച്ച് കഴിക്കാൻ കൊള്ളൂല എന്ന് ഉറപ്പാണ്. സാരമില്ല, പുറത്താ പട്ടിയുടെ അടപ്പുണ്ടല്ലോ, അത് കഴിച്ചോളും, ഒന്നും വേസ്റ്റ് ആവൂല. അല്ല, ഇത് നിങ്ങൾക്ക് വായി വെച്ച് തിന്നാനാണ് ഞാൻ ഉണ്ടാക്കണെന്ന് ആര് പറഞ്ഞു? പിന്നെ
പിന്നെ നീ ഇത് ആർക്കുണ്ടാക്കണേ? കിട്ടൂനും മിട്ടൂനും അതെല്ലാം ഞാൻ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചേ. ദൈവമേ, ഇത് എനിക്ക് കഴിക്കാനുള്ള ചിക്കൻ അല്ലേ? താഴെക്കടി പാത്രം. അയ്യേ ചേച്ചി, ഇത് ഞാൻ ആ പാവങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണ ഫുഡാണ്. ഇതിലെങ്ങാനും തൊട്ട നിന്റെ കൈ ഞാൻ വിടും. എന്നാ എനിക്കൊന്ന് കാണാൻ നിന്നെ. ചേച്ചി വേണ്ട, ആ വിശന്ന് വലിഞ്ഞു കിടക്കണ മിണ്ടാ പ്രാണികൾക്ക് വേണ്ടി ഉണ്ടാക്കണതാണ്. ഇതിൽ തൊട്ടാലുണ്ടല്ല പാപം കിട്ടും നിനക്ക്. അമ്മ, അച്ഛാ, നിങ്ങൾ ഇതൊന്നും കാണുന്നില്ലേ? എന്ത് കുന്തം വിഴിഞ്ഞ പോലെ നിക്കണേ? എന്തെങ്കിലും ഒന്ന് ചെയ്. മോളെ, ഇനി അടിയും പിടിയും വേണ്ട. ഇന്നത്തേക്ക് ഉണ്ടാക്കി കൊടുത്തോ, പക്ഷേ ഇന്ന് രണ്ടിനെ അടിച്ച് വെളിയിലാക്കണം. പറഞ്ഞേട്ടാ? എടി കേട്ടാന്ന്? ആ കേട്ട് കേട്ട്. ഇവിടെ കഴിച്ചു. കേറുവാ ചേച്ചിയുടെ മിട്ടു ചിക്കൻ തരാവേ. മിട്ടു പേടിക്കണ്ട കേട്ടോ, ഇവിടെ ആരും ഒന്നും ചെയ്യില്ല. ചിക്കൻ കഴിച്ചു. ചേച്ചി ഇനി ഉണ്ടാക്കി തരാവേ. ഓ അയ്യോ ചേച്ചി, നീ ഒരു കാലത്ത് ഗുണം പിടിക്കൂലടി ദുഷ്ടേ. എനിക്ക് കഴിക്കാനുള്ള ചിക്കനാണ് ഇത് വെട്ടി വിഴുങ്ങുന്നത്. എടി നിനക്ക് അന്തസ്സുണ്ടാടി. അന്തസ്സുണ്ടെങ്കിൽ നീ സ്വന്തം കാശിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കും ഇതിനൊക്കെ. ഒരു കിട്ടുവും ഇട്ടു വൃത്തിയില്ലാത്ത പട്ടികൾ. ചേച്ചി എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, എന്റെ കിട്ടൂനെ വിട്ടൂനെ എന്തെങ്കിലും പറഞ്ഞോണ്ടല്ലോ. പറഞ്ഞ നീ എന്തേ അടി? എന്ത് നിനക്ക്? കഴിച്ചോ കഴിച്ചോ. നിനക്ക് ഞാൻ കാണിച്ചു തരാടി. ഇവിടെ നില്ലേ. പേടിക്കണ്ട, അവളൊന്നും ചെയ്യൂല, കൊരക്കേ ഉള്ളു, കടിക്കൂല. കഴിച്ചു കഴിഞ്ഞാൽ രണ്ടിന് ഞാൻ അടിച്ചു ഓട്ടിക്കത്. കുറെ നേരമായല്ലേ ഇത്? ഈ വടി കൊണ്ടേ പട്ടിയെ മാത്രമല്ല മനുഷ്യരെ അടിക്കാം. ഓഹോ, അതിന്റെ അർത്ഥം നീ എന്നെ അടിക്കൂന്നല്ലേ? നിർബന്ധിച്ചാൽ ഞാൻ ചിലപ്പോ അടിച്ചണക്കി ഇരിക്കും. എന്നാ നീ എന്നെ അടിയടി, അടിക്ക്. വേണ്ട, ഞാൻ അടിക്കും. അടിക്കടി നീ എന്നെ, അടിക്ക്. ഓടിക്കോ നീ, ഓടിക്കോ നീ. കിട്ടണ്ടേ രണ്ടെണ്ണം? അമ്മയാണ് കിട്ടുവേ. കുറെ നേരം തുടങ്ങിയിട്ട് കുറച്ചു ദിവസം വലിയ കുഴപ്പമില്ലായിരുന്നു, വീണ്ടും തുടങ്ങിയിരിക്കാനല്ലേ രണ്ടെണ്ണം? അമ്മയെ അച്ഛൻ പറഞ്ഞ് ചിക്കൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് പട്ടികളും പറഞ്ഞു വിടണമെന്നാണ്. എന്തോന്ന് ചേച്ചി, നിന്റെ മനസ്സ് ഇത്രയ്ക്ക് ക്രൂരമാണോ? നിനക്ക് മിണ്ടാ പ്രാണികളടുത്തൊന്നും ഒരു സ്നേഹവും ഇല്ല ചേച്ചി. അടി ഇടിയൊക്കെ കൂടി നിന്റെ മനസ്സ് ഇത്രയ്ക്ക് കല്ലായ. എടി, എനിക്ക് പട്ടിയും പൂച്ചയൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ നീ ഇതിനെയൊക്കെ ഓവറായിട്ട് സ്നേഹിക്കും. ഞാൻ പട്ടിണി ഇടന്ന് ചാകും. ഒന്നാതെ ഞാൻ ഡയറ്റിലാണ്. അമ്മ പ്ലീസ് ഇതിനെയൊക്കെ ഒന്ന് ഇറക്കി വിട് പ്ലീസ്. ഇതൊരു കഷ്ടം തന്നെ. തെരുവിൽ കിടക്കുന്ന പട്ടികളെ കൊണ്ടുപോലും ഈ വീട്ടിലൊരു സൗകര്യമില്ലല്ലോ. പിങ്കി, ഇന്ന് ഈ പട്ടികളെ ഓടിക്കണം. ഇവിടെ പട്ടി വളർത്താൻ പറ്റൂല. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്തോന്ന് ബുദ്ധിമുട്ടാണ്? ഇവൾ പട്ടികളോട് എന്താണ് പറയണേന്ന് അറിയോ? അതിന്റെയൊക്കെ ചേച്ചിയാണ്. തന്നെ ഞാൻ ചേച്ചി തന്നെ. നിനക്ക് എന്തേലും കുഴപ്പം? പിങ്കി, ഇവിടെ കിടന്ന് അടികൂടാതെ രണ്ടും കയറി അകത്ത് പോ. മണി വിളിച്ചോണ്ട് പോ. എനിക്ക് വയ്യ. പട്ടികളോട് പറഞ്ഞത് പിന്നെയും കേൾക്കും. ഈ രണ്ടെണ്ണം പോക്ക. ഞാൻ ഇങ്ങനെയാണെങ്കിൽ കമ്പ് എടുക്കും കേട്ടോ. നീ വേറെ കമ്പൊന്നും എടുക്കണ്ടല്ലോ, അതാ പിടി. ഈ കമ്പ് വെച്ചോ, നമുക്ക് ആവശ്യം വരും. കേട്ടോ, കഷ്ടം തന്നെ മക്കളെ. ഞാൻ പൊക്കോളാം. ഇവിടെയുള്ള എല്ലാവർക്കും പേ പിടിക്കാതെ നീ നോക്കിക്കോ. തീരെ നിവർത്തിയില്ലെങ്കിൽ ഇതിനെയൊക്കെ ഞാൻ വിഷം വെച്ച് കൊല്ലും. എങ്കിൽ എനിക്ക് അതൊന്ന് കാണണം. കാണാം. കണ്ടോളാം. കാണാടി. ഓ ഓ വിട്ടോ വിട്ടോ. ബാ, ശല്യങ്ങളൊക്കെ പോയി. ബാ, പേടിക്കണ്ട. സ്വർണം പവന് 160 രൂപ കുറഞ്ഞു. വെളിച്ചെണ്ണയ്ക്ക് 100 രൂപ കൂടി. ചെലവ് ചുരുക്കിയേ പറ്റൂ. ആ പട്ടികളെ എന്തു പറ്റി മണി? എന്നെ കടിക്കാൻ വന്നു. ഞാൻ മുറ്റടിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയപ്പോ രണ്ടും കൂടെ ഒരു പാത്രത്തിൽ പാല് കുടിച്ചോണ്ടിരിക്കണം. പാല് കുടിക്കണ? അതിന് ഈ വീട്ടിൽ നിന്ന് പട്ടികൾക്ക് പാല് കൊടുക്കുന്നവര് വേറെ ആരും, നിങ്ങളുടെ മൃഗസ്നേഹിയായ മോള്. അത് എന്നിട്ട് ഞാന് പാല് കുടിക്കണ കണ്ടപ്പോഴത്തേക്കും കുടിച്ചോട്ടെന്ന് കരുതി. അത് കഴിഞ്ഞിട്ട് പോവാൻ വേണ്ടി ഷൂ ഒന്ന് ആക്കിയപ്പോഴും കടിക്കാൻ വരണു. അതെന്താ അറിയുമോ? പട്ടികളെ വിചാരിച്ചു ഒരു മാസത്തേക്കുള്ള ഇറച്ചി കഷ്ണം മുന്നിൽ കിട്ടിയല്ലോ എന്നുള്ള സന്തോഷം കൊണ്ട് ചാടി വന്നതാണ്. രവിയേട്ട എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. അറിയാലോ എന്റെ സ്വഭാവം മാറി കഴിഞ്ഞാൽ പട്ടിയെ മാത്രമല്ല എല്ലായിടത്തും ഞാൻ ശരിയാക്കും. വിളി നിങ്ങളുടെ മോളെ പിങ്കിയെ വിളി. പിങ്കി, മോളെ പിങ്കി, എന്തോ ഇനി വന്നേ. ചോദിച്ചോണം അവിടെ. അടങ്ങിയാണ്. ഒരാവശ്യമില്ലാത്ത പണികൾ എടുത്ത് വെച്ചിട്ട്.
അടക്കം മണി ഞാൻ ചോദിക്കാന്ന് പറഞ്ഞില്ലേ? ചോദിക്ക്. മക്കളെ, മോള് പട്ടിക്ക് പാലെടുത്ത് കൊടുത്തോ? ഓ കൊടുത്ത് കുറച്ചതിന്റെ ബിസ്ക്കറ്റും കൂടെ കൊടുക്കണം. അതിന് ബിസ്ക്കറ്റ് ഉണ്ടോ? അച്ഛാ കുറച്ചേ ഉള്ളൂ. അച്ഛൻ പുറത്തു പോയിട്ട് വരുമ്പോഴേ എനിക്ക് 2-3 കവർ കൂടെ മേടിച്ചോണ്ട് വരും. ശരി, കാണിച്ചു. ആവട്ടെ. ഇല്ലടി അവിടെ പട്ടിയുടെ ക്ഷേമം അന്വേഷിക്കാനാണ് അവളടുത്ത് വരാൻ പറഞ്ഞത്. നിങ്ങൾ ചോദിക്ക കാര്യം. സോറി പിങ്കി, ഇവിടെ പറ്റൂല. 2 പട്ടികളെ ഇപ്പൊ തന്നെ പറഞ്ഞു വിടാം. ഇവിടെ പട്ടിയെ വളർത്താൻ പറ്റൂല. അച്ഛാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടോ, ഇത് എന്റെയും കൂടെ വീടാണോ? ആണോ അല്ലേ? അതെന്താ മോൾ അങ്ങനെ ചോദിച്ചാ? മക്കളെ കൂടെ വീടല്ലേ? ആണല്ലോ. അപ്പൊ ഇവിടെ എന്റെ ഇഷ്ടങ്ങൾക്കും വില തരണം. എന്റെ പട്ടികളെ ഞാൻ ജീവിച്ചിരിക്കുന്നോളം കാലം ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ പറ്റൂല. അങ്ങനെയാണെങ്കിൽ ഇവിടെ ജീവിക്കാൻ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഞാൻ എന്റെ തറവാട്ടിൽ പോക്കോളാം. ഇവിടെ എന്തുവാണ് ഇപ്പൊ പ്രശ്നം? ചൈന അതിർത്തി കരാർ ലംഘിച്ച്. ഇവിടെ വേറെ എന്തോന്നാണ് പ്രശ്നം? നമ്മുടെ ഈ വീടിന്റെ കോമ്പൗണ്ടിൽ ഒരു പട്ടികളിവിടെ കയറാൻ പാടില്ല. അല്ലേലും നിന്റെ മനസ്സ് മൃഗീയമാണല്ലോ. അമ്മ ആക്ച്വലി ഇവിടെ എന്താണ് സംഭവിച്ചത്? ഞാൻ മുറ്റം അടിക്കാൻ വേണ്ടി പുറത്തിറങ്ങി. അപ്പൊ ഈ ഒരു പാത്രത്തിൽ 2 കൂടെ പാൽ കുടിച്ചോണ്ട് കിടക്കായിരുന്നു. പാലാ? ചേച്ചി മിണ്ടോരി. അപ്പൊ പാൽ കുടിച്ചോണ്ടിരിക്കായിരുന്നല്ലോ. അത് പറഞ്ഞല്ലോ. അപ്പൊ പാല് കുടിച്ചോണ്ടിരിക്കുമ്പോ ഞാൻ പാവല്ലേന്ന് വിചാരിച്ച് നോക്കിക്കൊണ്ടിരുന്നു. അപ്പം പാവല്ലേ? എന്തോന്ന് മണി ഇത്? അപ്പ അല്ല അടാ, നീ കാര്യം പറ. എനിക്ക് അപ്പൊന്ന് പറഞ്ഞാലേ കാര്യം വരുള്ളൂ. ആയിക്കോട്ടെ പറ. ഞാൻ പറയട്ടല്ലോ. അപ്പൊ പാല് കുടിച്ച് കഴിയണവരെ ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോ പോവാൻ വേണ്ടി ഷൂ എന്ന് പറഞ്ഞപ്പോ അത് കടിക്കാൻ വന്നെ. കിട്ടുവോ കടിക്കാൻ വന്ന? നിന്റെ പട്ടിയുടെ പേരൊക്കെ എനിക്ക് എങ്ങനെ അറിയാം? ആ കറുത്ത സാധനം. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അമ്മ എങ്ങനെയാണ് അതിനെ ഓട്ടിച്ചേ? ഞാനിങ്ങനെ ചൂല് ചെറുതായിട്ട് വീശിയിട്ട് ഷൂ പോന്ന് കണ്ടു പറഞ്ഞു. ചുമ്മാതല്ല, ചൂല് കണ്ടപ്പോ അവന്റെ സ്വഭാവം മാറിയതാണ്. ഓ, പിന്നെ നിന്റെ പട്ടികളെ എങ്ങനെ ഓടിക്കണം? ഒന്നെങ്കിൽ മിട്ടു കിട്ടു പോ എന്ന് പറയണം, അല്ലെങ്കിൽ മക്കളെ പൊക്കോ എന്ന് പറയണം. എന്റെ പട്ടി പറയോ അങ്ങനെ? പൊടി കൊടുക്കോ? ഇതെന്തോന്ന് തെരുവ് പട്ടികൾ കടിപിടി കൂടുന്ന പോലെ? എല്ലാം കയറി പൊയ്ക്കേ. ഇതിനൊരു തീരുമാനം ഞാൻ ഉണ്ടാക്കും. നീ കുറെ ഉണ്ടാക്കും. പിങ്കി, ആക്കള് സൂക്ഷിച്ചു ഉപയോഗിക്കണം കേട്ടാ. അമ്മ വാ, എന്റെ പാല് മുട്ടയിട്. അല്ല, പട്ടിയുടെ കാര്യം പറഞ്ഞ് നമ്മുടെ വിലപ്പെട്ട സമയം കളയാതെ വരാൻ നോക്ക്. പാല് മാത്രമല്ല ഞാൻ പട്ടിക്ക് കൊടുത്തത്, പിന്നെ നിന്റെ മുട്ടയും കൊടുത്തു. ദൈവമേ, നിന്നെ പിങ്കി, അച്ഛ ഇത് മനഃപൂർവ്വം ചെയ്യാണ്. അമ്മ ക്ഷമിച്ച് ക്ഷമയുടെ നെല്ലിപ്പലകെ ചവിട്ടി നിൽക്കാണ് ഞാൻ. നെല്ലിപ്പലകി? ആ പലക പൊട്ടി അമ്മ നിലത്ത് വീണാല അമ്മ അവിടെ കിടന്ന് ക്ഷമിക്കും. അല്ലാതെ അമ്മയെ കൊണ്ട് ഒന്നും നടക്കൂല. എടി പിങ്കി, നീ ദിവസങ്ങൾ എണ്ണിക്കോ. എന്റെ പ്രോട്ടീനിലാണ് നീ തൊട്ട് കളിച്ചിരിക്കുന്നത്. ഒന്നെങ്കിൽ നീ, അല്ലെങ്കിൽ ഞാൻ, അല്ലെങ്കിൽ നിന്റെ പട്ടികൾ. ഏതെങ്കിലും ഒരു ടീമേ ഈ വീട്ടിൽ കാണുള്ളൂ. മിക്കവാറും ഞാൻ തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ബോക്സിന്റെ കാര്യത്തിൽ ഉടനെ ഒരു തീരുമാനം ആവും. ഞാനേ ഒരാഴ്ച അമ്മയുടെ അടുത്ത് പോയി നിന്നാൽ എന്തെന്ന് ആലോചിക്കും. ഇവിടെ യുദ്ധം നടക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയുടെ മടി പോയി കിടക്കണോ അല്ലേ? ഇവിടെ തന്നെ നിന്നത്. വേണമെങ്കിൽ ബാങ്കിൽ നിന്ന് ഒരാഴ്ച ലീവ് എടുത്ത് നിന്നോ. ഓ, നിന്നെ ഞാൻ കാണിച്ചു തരാടി. അയ്യേ അച്ഛാ, ഞാൻ അതാ പറഞ്ഞേ. തെരുവ് നായ്ക്കൾക്ക് കുടുംബജീവിതത്തിൽ ഇത്രയും പ്രാധാന്യമുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അയ്യോ, ഓഹരി നിലവാരം. അമ്മ ഒരു മിനിറ്റ്. ആരടി നോക്കണേ? പിങ്കി അവൾ അവിടെ വല്ലതും ഉണ്ടോ നോക്കിയത്. പിങ്കി വന്ന എന്ത് കുഴപ്പം? ഇത് വല്ലാത്ത വയ്യാവരിയാണ്. അവളാ? അയ്യോ അതല്ല, പിന്നെ പട്ടികള്. എന്തോ നീയും പക്ഷെ ആ പട്ടികൾ വല്ലതും കടിച്ച എന്ത് ചെയ്യും? ഒന്നാമത് ഇതിന്റെയൊക്കെ സ്വഭാവം എപ്പ മാറണമെന്ന് പറയാൻ പറ്റൂല. അമ്മ കേട്ടിട്ടില്ലേ പത്രത്തില്? പട്ടി പിന്നെ വൃദ്ധയെ പട്ടി കടിച്ചു, ഉറങ്ങി കിടക്കണ കുട്ടിയെ പട്ടി കടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. പേടിപ്പിക്കല്ലേ? ഞാൻ പേടിപ്പിച്ചല്ല, ഉള്ള കാര്യം ഞാൻ പറയാണ്. ഇതെങ്ങനെങ്കിലും ഇതിനെ ഇവിടെ നിന്ന് ഒഴിവാക്കിയേ പറ്റൂ. എന്തോ ചെയ്യാൻ പറ്റും? എന്തോ ചെയ്യാൻ പറ്റും? അച്ഛൻ വരണം. അച്ഛൻ വരണം. എന്തു പറ്റി? അല്ല, ഇവള് പറയായിരുന്നേ ആ പട്ടികളെ എങ്ങനെയെങ്കിലും ഇവിടെ ഒഴിവാക്കണമെന്ന്. പട്ടികളെ ഒഴിവാക്കാനാ? അവള് കേക്കണ്ട, നിന്നെ അടിച്ചു കൊല്ലും. അവൾക്ക് പ്രാന്താണ് പട്ടി എന്ന് പറഞ്ഞ. പട്ടി എന്നല്ല, പട്ടി പൂച്ച പക്ഷികളെല്ലാം അവൾക്ക് അറിയാല്ല. അവൾക്ക് എല്ലാം ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. പക്ഷെ സംഭവം ഇവള് പറഞ്ഞത് ശരിയാണ് കേട്ടോ. ഇവള് പറഞ്ഞെന്താ അറിയോ, ഈ അടുക്കളയിലൊക്കെ കയറി വന്ന് കടിക്കുമെല്ലാം ചെയ്ത് എന്ത് ചെയ്യും? അടുക്കള കയറി പട്ടി കടിക്കും? അച്ഛാ, ഈ പറഞ്ഞതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ ഈ വീട്ടിൽ കയറ്റി ഈ വീട്ടിൽ കയറ്റി വളർത്താൻ കൊള്ളാത്ത പട്ടികളെയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിന് പേ ഉണ്ടോന്ന് പോലും അറിയില്ല. അവള് പറഞ്ഞില്ലേ അതിനെ കൊണ്ട് ഇഞ്ചക്ഷൻ എടുക്കാന്ന്. പിന്നെ എങ്ങനെ പേ പിടിക്കും? എങ്ങനെ ഇഞ്ചക്ഷൻ എടുക്കൂന്ന് പറ. ഒരു വണ്ടി വിളിച്ചു കൊണ്ടുപോകണം. വണ്ടി ഇപ്പൊ അതിന് ഓട്ടോ കയറ്റും. അല്ലെങ്കിലേ ഇപ്പം നമ്മൾ വെറ്റിനറി ഹോസ്പിറ്റലിൽ വിളിച്ചു പറഞ്ഞാൽ ഡോക്ടർ വന്ന് ഇഞ്ചക്ഷൻ എടുക്കും, അല്ലെങ്കിൽ കമ്പൗണ്ടർ വന്ന് ഇഞ്ചക്ഷൻ എടുക്കും. അല്ല, എനിക്ക് അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കാണ്. അച്ഛ അവളെ സെറ്റിലാണോ? ഞാൻ ചോദിക്കട്ടെ.
അവൾക്ക് അതിനെയൊക്കെ ഭയങ്കര ഇഷ്ടം. ഒന്നാമത് ഇപ്പൊ അവൾ ആ പട്ടിയായിട്ട് ഭയങ്കര അടുപ്പത്തിലാണ്. ആ അതാണ് നമ്മൾ പേടിക്കേണ്ടത്. ആവശ്യമില്ലാതെ ഓരോ വയ്യാ വേലുകളെടുത്ത് തലയിൽ വെച്ചിട്ടുണ്ട് പെണ്ണ്. ഈ കൂടുതൽ പട്ടികളായിട്ട് അടുക്കുമ്പോഴേ അതിന്റെ കുറെ ടീമുകൾ കാണും പട്ടികൾക്ക്. അതും കൂടി ഇവിടെ എടുത്തോണ്ട് വരും. അപ്പൊ നന്നായിരിക്കും. പ്രശ്നമാവും കേട്ടോ. എന്തോന്ന് വെച്ചാ എന്തോ നോക്കണേ? പട്ടികൾ അടുക്കള കയറി വന്നതല്ല വിശന്നിട്ട്. ഇനി അങ്ങനെ കയറി വരും വീട്ടിനകത്ത്? പിന്നെ അല്ലാതെ ശരിക്കും അവള് പേടിപ്പിക്കുന്നത്. പേടിപ്പിക്കണൊന്നും അല്ല. ഒന്നാമത് ഞാൻ രാവിലെ ജിമ്മിൽ അങ്ങ് പോകും, അച്ഛൻ ഓഫീസിൽ, അവള് പഠിക്കാനെന്ന് പറഞ്ഞു പോകും, അമ്മ ഇവിടെ ഒറ്റയ്ക്കായിരിക്കും. ഇടി പേടിപ്പിക്കില്ലേ? നോക്ക് ഇവള് പേടിപ്പിക്കണേ. പേടിപ്പിക്കുന്നല്ല, ഞാൻ ഉള്ള കാര്യം പറഞ്ഞതാണ്. അയ്യോ ഇതിപ്പോ എന്ത് ചെയ്യണമെന്നാണ് നീ പറഞ്ഞേ? ഒരു കടുങ്കൈ ചെയ്യേണ്ടി വരും. കൊല്ലാനാ? ഞാൻ കൊല്ലാനൊന്നും പറഞ്ഞില്ലല്ലോ. അതിനെങ്ങനെങ്കിലും ഇവിടെ നിന്ന് ഒഴിവാക്കണം. എങ്ങനെ? നിങ്ങളെല്ലാം എന്റെ കൂടെ നിൽക്കുവോ? ഞാൻ കൂടെ നിൽക്കാം. നീ എന്തോ ചെയ്യണ്ടെന്ന് പറ. ഞാൻ പറയാം. ഞാൻ നിങ്ങളെ നിർബന്ധം കാര്യം നിൽക്കാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അവസാനം എന്റെ തലയെ കൊണ്ട് വെക്കല്. രവിയേട്ടാ, അവളുടെ കാര്യം എനിക്ക് വിഷമമുണ്ട്. പക്ഷെ ഈ പറഞ്ഞ അപകടം അവൾക്ക് മനസ്സിലാവണില്ലല്ലോ. അപ്പൊ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തേ പറ്റുള്ളൂ. ഒന്നും തലയെ കൊണ്ട് വെക്കൂല. അപ്പൊ ഒന്ന് കൂടെ വന്നാ മതി, ബാക്കി ഞാൻ ചെയ്തോളാം. പാവമാണ് അവള്. ഭയങ്കര ഇഷ്ടത്തിൽ നിൽക്കുകയാണ്. എന്തായാലും ആവശ്യട്ടെ, റിസ്ക് ആണ്. അവൾക്ക് ഭയങ്കര ഇഷ്ടത്തിൽ നിൽക്കുകയാണെങ്കിൽ ഒരു പട്ടിയെ ഞാൻ വാങ്ങിച്ചു കൊടുക്കാം അവൾക്ക്. അങ്ങനെ പറയാം. എന്തെങ്കിലും ചെയ്യാം നമുക്ക്. വാ, നീ പറ എന്തോ ചെയ്യണമെന്ന്. വാ, നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ വാ. രണ്ടു കോടി ഓട്ടം കണ്ടില്ലേ? ഇനി ആ പട്ടികൾ ഈ പരിസരത്ത് വരൂല. ഞങ്ങൾ അടിച്ചോട്ടിച്ചൊന്നുമില്ല. വടിയെടുത്ത് ഇങ്ങനെ വീശിയപ്പോ രണ്ടു കോടി. ഞാൻ അതുപോലെയും ചെയ്തില്ല. ഞാൻ ഇവരോട് പോയെന്നേ ഉള്ളൂ. നിനക്കറിയാലോ എനിക്ക് പട്ടികളൊക്കെ കാണുമ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ട്. പക്ഷെ എന്റെ ഉള്ളിൽ ഞാൻ നല്ലൊരു മൃഗസ്നേഹിയാണ്. ഞാനും അല്ലെങ്കിൽ തന്നെ മക്കളെ, ഈ തെരുവ് പട്ടികളൊക്കെ വീട്ടിൽ വിളിച്ച് കയറ്റി ഇങ്ങനെ വളർത്തുന്നത് ശരിയാണ്? നല്ലതാണ്? എടി, ഇപ്പൊ ആരെങ്കിലും ഈ നാടൻ പട്ടികളെ വളർത്തോ? വല്ല ജർമ്മൻ ഷെപ്പേർഡോ ലാബോ റോഡ് വീലറോ ഒക്കെ ആയിരുന്നെങ്കിൽ അന്തസ്സുണ്ടായിരുന്നു. ഇനി നീ ഈ പേരും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കരുത്. അത് എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ. എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെന്നാ? കൊള്ളാം. വിദേശ ജനസുള്ള പട്ടികൾ നിങ്ങൾക്ക് ഭയങ്കര അഭിമാനം. തനി ഇന്ത്യൻ ബ്രീഡായ നാടൻ പട്ടികൾ മാനക്കേട്. എടി, വിദേശ രാജ്യത്തെ പട്ടികളുടെ കഥ നീ കേട്ടിട്ടുണ്ടോ? അതുപോലെ അവരെ കാണാൻ എന്ത് ഭംഗിയെന്നറിയോ? പറയുന്നതെല്ലാം അനുസരിക്കുകയും ചെയ്യും. നീ വായിച്ചിട്ടില്ലേ ഒന്നും? ഒരു ട്രെയിനിങ്ങും കൊടുക്കാതെ നമ്മുടെ നാടൻ പട്ടികൾ ചെയ്യണ കാര്യങ്ങൾ വല്ലതും നിനക്കറിയാവൂ? നീ രാജപാളയം പട്ടിയെ പറ്റി കേട്ടിട്ടുണ്ടോ? ആ, നീ ഹിമാലയൻ ഷീപ്പ് ഡോഗ്സിനെ പറ്റി കേട്ടിട്ടുണ്ടോ? എടി, നമ്മുടെ രാജ്യത്തെ പട്ടികളും സൂപ്പറാണ്. എല്ലാം പോയല്ലോ. നീ ആ കേസ് വിട്ടുകളാ. അല്ലേ രവിയേട്ടാ? അത് തന്നെ മക്കളെ, അച്ഛൻ മക്കൾക്ക് നല്ലൊരു പട്ടിയെ വാങ്ങിച്ചു. അച്ഛാ, നിങ്ങൾ എല്ലാരും കൂടെ അടിച്ചോടിച്ചില്ലേ? അത് പട്ടികളെ അല്ല, എന്നെ തന്നെയാണ്. എനിക്ക് 25,000 രൂപയുടെയും 50,000-ത്തിന്റെയും പട്ടിയൊന്നും വേണ്ട. എനിക്ക് തനി നാടൻ പട്ടി തന്നെ മതി. നമ്മുടെ നാട്ടുകാര് വിദേശ പട്ടികളെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചിട്ട് നാടൻ പട്ടികളെ റോഡിലോട്ട് ഇറക്കി വിട്ടു. അങ്ങനെ അവര് തെരുവ് പട്ടികളായി, പേപ്പട്ടികളായി. അച്ഛൻ ഒരു കാര്യം ഓർത്തോ? നമ്മുടെ വീട്ടുകാര് റോഡിലോട്ട് ഇറക്കി വിട്ടിട്ട് അന്യരെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കണ പോലെയാണിത്. എന്റെ വിഷമം പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവൂല. നിങ്ങൾക്കെന്നല്ല, ആർക്കും മനസ്സിലാവൂല. എന്റെ കിട്ടൂരും വിട്ടൂരും ഇനി ആരുമില്ല. ഞാനിപ്പോൾ ഞാനും വീട്ടിൽ നിന്ന് പോണ്. മോളെ കരയുന്നടാ. മോളെ മോളെ കരയാതെടാ. കരയല്ലേ? കരയാതെ പോട്ടടാ. പിങ്കി പോട്ട് കരയാതെ. മക്കളെ വീട്. കരയാതെ മോളെ. സോറി. കരയണ്ട കരയണ്ട പോട്ടടാ. കരയണ്ട. എന്നെ വിട്ടു വിട്ടു കെട്ടുപോയി. പോട്ട് പിങ്കി പോട്ടടാ.